വരാനിരിക്കുന്ന തലമുറയാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയുന്ന, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അവർക്ക് വിദേശത്ത് പോയി പഠിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ 2 വർഷക്കാലമായി UDF ഈ രാജ്യത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ പ്രഗത്ഭരുമായി, വിദഗ്ധരുമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത വലിയ പദ്ധതികളാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു, ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇവര് തകർത്ത് കളഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ആ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് പരിപാടിയാണെന്നാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഈ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ ഇക്കോണമി സൂട്ടപ്പ് ചെയ്യും, ഖജനാവ് നിറയ്ക്കും. പൂച്ച വെട്ടി കിടക്കുന്ന കേരളത്തിലെ ഖജനാവിൽ പണമുണ്ടാകും. വികസന പരിപാടികൾ നടത്താൻ, ജനക്ഷേമ പരിപാടികൾ നടത്താൻ, സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ, അവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ, അവന്റെ സങ്കടങ്ങൾ അവസാനിപ്പിച്ച് അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും. നമ്മൾ പറഞ്ഞു, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? ഞാൻ എവിടെ നിന്നാ സംസാരിക്കുന്നത്? പണ്ടൊരു മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങിയതാണ്. 10 കൊല്ലമായി കാസർഗോഡത്തെ മെഡിക്കൽ കോളേജിൽ OP മാത്രമേ ഉള്ളൂ. ആണോ? ജീവനക്കാർ, അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. എന്ത് മെഡിക്കൽ കോളേജാ? UDF വരുമ്പോൾ ഈ വെന്റിലേറ്ററിലായി പോയ ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്താൻ വെറുതെയല്ല, നമ്മൾ ഹെൽത്ത് കമ്മീഷനെ വെച്ചു. ഡോക്ടർ SS ലാലിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടാണ് UN-ലെ. നിരവധി ഡോക്ടർമാർ ഹെൽത്ത് കോൺക്ലേവ് നടത്തി നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തെ മാറ്റിയെഴുതും. ഈ ജാഥയുടെ ഇടയിൽ നമ്മൾ ആ ഡോക്യുമെന്റ് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കും. 10,000-കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഈ പോക്ക് പോയാൽ നമ്മൾ പറഞ്ഞു, കേരളം 5 വർഷത്തിനകം വൃദ്ധസദനമായി മാറും. ഈ കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്തേക്കൊക്കെ പോകുന്നവര് പോകണ്ടേ, പക്ഷെ ഇങ്ങനെ ബൾക്കായി പോകാൻ പാടില്ല. അവർക്ക് പഠിക്കാൻ ഇവിടെ പ്രോഗ്രാം ഉണ്ടാകും, അവർക്ക് പഠിക്കാൻ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകും. അത് കഴിഞ്ഞിറങ്ങിയാൽ ഇവിടെ തൊഴിലുണ്ടാകും. ആ തൊഴിൽ മേഖലയെ മെച്ചപ്പെടുത്താൻ, വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ നമ്മൾ ഡോക്ടർ അച്യുത് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ടീം, നിരവധി മുൻ വൈസ് ചാൻസലർമാരുടെ ഒരു ടീം വർക്ക് ചെയ്യാൻ. ആ ഡോക്യുമെന്റ് നമ്മൾ കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല. ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ തലമുറയ്ക്ക് കേരളത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാകുന്ന തരത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റങ്ങൾക്കാണ് UDF തുടക്കം കുറിക്കുന്നത്. അതാണ് ഒരു പുതുയുഗത്തിന്റെ തിരശീല ഉയരുകയാണ്. എല്ലാ രംഗത്തും മാറ്റമുണ്ടാകും. ലോകം മാറുന്നത് അനുസരിച്ച് ഈ കേരളത്തിൽ മാറ്റമുണ്ടാകും. അതാണ് UDF-ന്റെ വാക്ക്. വെറുതെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളല്ല. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച്, സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് പ്രോജക്റ്റുകളാണ് ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. സ്വപ്ന പദ്ധതികൾ സ്വല്പ സസ്പെൻസിലിരിക്കട്ടെ. 30 ദിവസമുണ്ട്. നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന പദ്ധതികൾ ഞാൻ പറയുന്നു. ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, ഭാവി കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. യാവരാണ് നമുക്ക് ഏറ്റവും വലുത്.
ആ കുഞ്ഞുങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ടവർ. അവരുടെ കേരളം ഈ കേരളമായിരിക്കില്ല. അവരുടെ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ കൊച്ചുമക്കളുടെ കേരളം, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കേരളമാണ് UDF വാഗ്ദാനം ചെയ്യുന്നത്. ഈ ദുർഭരണത്തിൽ അന്ത്യം കുറിക്കണം. എന്താണ് എൻഡോസൾഫാൻ ഇരകൾ ഇവിടെ വന്ന് പണ്ട് മുഖ്യമന്ത്രി 10 കൊല്ലം മുമ്പ് അവരെ കെട്ടിപ്പിടിച്ചതാണ്. ഇപ്പോഴും 1031 പേർ 2024 നിയമസഭയിൽ പ്രഖ്യാപിച്ച ആ പാവങ്ങൾ ഒരാനുകൂല്യവും കൊടുത്തിട്ടില്ല. അതിനുശേഷം നിരവധി എൻഡോസൾഫാൻ ഇരകൾ വന്നു. അവർക്കാർക്കും ഒരു ആനുകൂല്യവുമില്ല. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? ഒരു ചികിത്സാ സൗകര്യം പോലും ഈ കാസർഗോഡില്ല. ഉണ്ടോ? അടയ്ക്ക കർഷകർ സങ്കടത്തിലാണ് കാസർഗോഡ്. അവരെ ഒന്ന് താങ്ങി നിർത്താൻ, അവരെ ഒന്ന് സഹായിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെറുവിരൽ അനക്കിയോ ഈ ഗവൺമെന്റ്? ചെയ്തില്ല. വന്യജീവി ആക്രമണം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. ഈ ജില്ലയിൽ ഉൾപ്പെടെ ആന ചവിട്ടിക്കൊന്നു കർശനമായി പോയി. അതാണ് വനം മന്ത്രി പറയുന്നത്. റോജി എം ജോൺ ഇരിക്കുന്നുണ്ട്. റോജി എം ജോൺ പണ്ട് പറഞ്ഞു, ആനയ്ക്ക് മയക്കുവെടി വെച്ചപ്പോൾ കൊണ്ടത് ആനയ്ക്കല്ല മന്ത്രിക്കാണ്. മിണ്ടാത്തയില്ല, ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. പണവും കൊടുക്കുന്നില്ല, പണമില്ല.